എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 20ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീരാമനെ തനിക്ക് വിട്ടുതരണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ ദശരഥൻ മോഹാത്സ്യപ്പെട്ടു വീണു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ദശരഥൻ വിശ്വാമിത്രനോട് പറഞ്ഞത് എന്നുള്ള ആ വാത്സല്യവും സ്വാർത്ഥതയും ഒക്കെ മുഴുത്തതായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തച്ഛ്രുത്വാ രാജശാർദൂലോ വിശ്വാമിത്രസ്യ ഭാഷിതം മുഹൂർത്തമിവ നിസ്സജ്ഞ സപ്ഞാവാനിദമബ്രവീത്. തച്ഛ്രുത്വാ രാജശാർദൂല വിശ്വാമിത്രസ്യ ഭാഷിതം വിശ്വാമിത്രസ്യ തത് ഭാഷിതം ശ്രുത്വാ രാജശാർദൂല മുഹൂർത്തം ഇവ നിസ്സപ്ഞ സപ്ഞാവാൻ ഇദം അബ്രവീത്. ആ വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ടിട്ട് കുറച്ചു നേരത്തേക്ക് മഹാരാജാവ് നിസ്സപ്ഞനായി തീർന്നു, ബോധരഹിതനായി തീർന്നു. അതാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതന്നെയാണ്. കുറച്ചു നേരം മോഹാലസ്യപ്പെട്ട് വീണു, സിംഹാസനത്തിൽ നിന്ന് വീണു എന്നൊക്കെയാണല്ലോ. അതിനുശേഷം അതാണ് മുഹൂർത്തം നിസ്സപ്ഞ ഹിവ. കുറച്ചു നേരത്തേക്ക് മോഹാലസ്യപ്പെട്ടതുപോലെ ഇരുന്നുവെങ്കിലും പിന്നീട് സപ്ഞാവാൻ ഇദം അബ്രവീത്, പിന്നീട് സപ്ഞ അഥവാ ഒരു ഓർമ്മ ബോധമൊക്കെ വന്നപ്പോൾ ഇപ്രകാരം വിശ്വാമിത്രനോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? രാമനെ പറ്റിയിട്ടാണല്ലോ, രാമനെ വിട്ടു തരണം എന്നാണല്ലോ വിശ്വാമിത്രൻ പറഞ്ഞത്. അപ്പൊ രാമനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. 2ാമത്തെ ശ്ലോകം നോക്കാം. ഊനഷോഡശവർഷോ മേ രാമോ രാജീവലോചന ന യുദ്ധയോഗ്യതാമസ്യ പശ്യാമി സഹ രാക്ഷസൈഃ. അല്ലയോ മഹാമുനെ, അങ്ങയ്ക്ക് അറിവുള്ളതല്ലേ, എന്റെ മകന് 16 വയസ്സ് പോലും ആയിട്ടില്ല. അതാണ് ഊന ഷോഡശവർഷോ. ഷോഡശം എന്ന് വെച്ചാൽ 16, 16ൽ താഴെയാണ് വയസ്സ്. ഊനം എന്ന് വെച്ചാൽ കുറവ്. 16 പോലും തികഞ്ഞിട്ടില്ല എന്റെ പുത്രന്. താദൃശഃ മേ രാമോ രാജീവലോചന. രാജീവലോചനായ അതിസുന്ദര കളേബരനായിട്ടുള്ള രാമന് 16 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. മാത്രല്ല ന യുദ്ധ യോഗ്യതാമസ്യ പശ്യാമി സഹ രാക്ഷസൈഹി. രാക്ഷസൈഹി സഹ യുദ്ധയോഗ്യതാം അസ്യ ന പശ്യാമി. രാക്ഷസന്മാരുമായിട്ടൊന്നും യുദ്ധം ചെയ്യാൻ ആയിട്ടില്ല, യുദ്ധം ചെയ്യാറായിട്ടില്ല എന്റെ മകന്. യുദ്ധയോഗ്യത വന്നിട്ടില്ല. എന്തുകൊണ്ടാ? രാക്ഷസന്മാരൊക്കെ മഹാഭീകരന്മാരാണ്. അവരെന്തൊക്കെയാ ചെയ്യാന്നുള്ളത് അറിയില്ല. മാത്രമല്ല ശ്രീരാമൻ വേണ്ടതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുമില്ല, ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഞാൻ അങ്ങയുടെ കൂടെ എന്റെ പുത്രനെ പറഞ്ഞയക്കില്ല എന്നർത്ഥം. നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. ഇയമക്ഷൗഹിണീ സേനാ യസ്യാഹം പതിരീശ്വര അനയാ സഹിതോ ഗത്വാ യോദ്ധാഹം തൈർനിശാചരൈഃ. ശ്രീരാമനെ പറഞ്ഞയക്കുന്നതിന് പകരം ഞാൻ വരാലോ യുദ്ധത്തിന്. എന്തിനത്ര കുട്ടിയായിട്ടുള്ള ശ്രീരാമനെ തന്നെ യുദ്ധത്തിനായിട്ട് ക്ഷണിക്കുന്നത്? അതാണ്, എന്റെ കൂടെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വലിയൊരു സൈന്യം കൂടിയുണ്ട് സഹായത്തിന്. ഇയം അക്ഷൗഹിണീ സേന. എന്റെ കൂടെ അക്ഷൗഹിണി, കുറെ അധികം തേര്, കാലാൽ, കുതിര, ആന തുടങ്ങിയിട്ടുള്ള വലിയൊരു സൈന്യം എന്റെ കൂടെ ഉണ്ട്. അവരോടൊക്കെ കൂടി വന്നിട്ട് യസ്യാഹം പതിരീശ്വര. ആ അക്ഷൗഹിണി സൈന്യത്തിന്റെ പതിയാണ് ഞാൻ, അവരുടെ ഈശ്വരനാണ് ഞാൻ, പതിയാണ് ഞാൻ. ഞാൻ പറഞ്ഞാൽ അവർ ഏത് വിധത്തിലും യുദ്ധത്തിനായിട്ട് എന്റെ കൂടെ വരും. അങ്ങനെയുള്ള വലിയൊരു സൈന്യത്തിന്റെ കൂടെ അനയാ സഹിതോഗത്വ, ആ സൈന്യത്തിന്റെ കൂടെ വന്നിട്ട് തൈഹി നിശാചരൈഹി അഹം യോദ്ധ. ആ നിശാചരന്മാരുമായിട്ട്, രാക്ഷസന്മാരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്തോളാം. എന്തിനാ ശ്രീരാമൻ തന്നെ യുദ്ധം ചെയ്യണം എന്നത്ര നിർബന്ധം? ഞാൻ വന്നാ പോരെ? എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, വലിയൊരു സൈന്യമുണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. സൈന്യങ്ങളെ ഞാൻ പറഞ്ഞാൽ വേണ്ടതുപോലെ യുദ്ധം ചെയ്യും. ആ രാക്ഷസന്മാരെയൊക്കെ തുരത്തി തരും. അങ്ങയുടെ യാഗം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അതുപോലെ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ് 4ാമത്തെ ശ്ലോകം നോക്കാം. ഇമേ ശൂരാശ്ച വിക്രാന്ത ഭൃത്യ മേസ്ത്ര വിശാരദ യോഗ്യാ രക്ഷോഗണൈർ യോദ്ധും ന രാമം നേതുമർഹസി. ഇമേ ശൂരാശ്ച വിക്രാന്ത ഭൃത്യ മേ അസ്ത്രവിശാരദാഹ മേ ഭൃത്യാഹ. എന്റെ ഭൃത്യന്മാർ, എന്റെ ഭടന്മാരുണ്ടല്ലോ, അവരെങ്ങനെയുള്ളവരാണ്? ഇമേ, ഈ കാണുന്നവര്, ഞാൻ വിളിച്ചാൽ അവര് വിളിപ്പുറത്ത് വരും. അവര് ശൂരന്മാരാണ്.
നല്ല ആക്രമണോത്സുകരാണ്, ആക്രമണം നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ അസ്ത്രത്തിൽ നല്ല വൈശാരഥ്യം, നല്ല മിടുക്ക് നേടിയിട്ടുള്ളവരുമാണ്. നല്ല അസ്ത്രപ്രയോഗ വീരന്മാരാണ്. അങ്ങനെയുള്ള ഈ ഭൃത്യന്മാര് യോഗ്യാരക്ഷോഗണൈർയോദ്ധും, അവരാണ് രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാകമായിട്ടുള്ളവര്, അല്ലെങ്കിൽ അവർക്കാണ് യോഗ്യത. ആർക്കല്ല യോഗ്യത? ശ്രീരാമനല്ല യോഗ്യത. അതുകൊണ്ട് രാമം ന നേതും അർഹസി, രാമം നേതും ന അർഹസി, രാമനെ അങ്ങ് കൊണ്ടുപോകരുത്. അതിനു പകരം ഞാൻ വരാം, എന്റെ അക്ഷൗഹിണി സൈന്യം ഉണ്ടാവും, അവരൊക്കെയാണ് രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്. ഈ 16 വയസ്സ് തികയാത്ത ഇളം പ്രായത്തിലുള്ള എന്റെ പുത്രനല്ല, അതുകൊണ്ട് രാമനെ കൊണ്ടുപോവണ്ട എന്ന് ഉറപ്പിച്ചുറപ്പിച്ച് ദശരഥൻ പറയാണ്. നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. അഹമേവ ധനുഷ്പാണിർഗോപ്ത സമരമൂർധനി യാവത് പ്രാണാൻ ധരിഷ്യാമി താവദ്യോത്സേ നിശാചരൈഹി. ഞാൻ അങ്ങയോടൊപ്പം യുദ്ധത്തിനായിട്ട് രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നോളാം. എൻ്റെ കയ്യില് വലിയ ആയുധങ്ങൾ ഉണ്ടാവും, വില്ലും അമ്പും ഒക്കെ ഉണ്ടാവും. അതാണ് അഹമേവ, ഞാൻ തന്നെ, ധനുഷ്പാണിഹി, ധനുസ് കയ്യിലേന്തിയവനായിട്ട് ധനുഷ്പാണിയായി വന്നിട്ട്, സമരമൂർധനി ഗോപ്ത, സമരത്തിന്റെ മുൻപന്തിയിൽ സമരത്തിന് വരുന്നവരായിട്ടുള്ള എല്ലാ ഭൃത്യന്മാരെയും ഭടന്മാരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് വലിയൊരു സേനാനായകനായിട്ട് വന്ന് യുദ്ധം ചെയ്തോളാം. യാവത് പ്രാണാൻ ധരിഷ്യാമി. അങ്ങനെ ദശരഥൻ പറയാണ്, എത്ര കാലം ഞാൻ ഈ ജീവനെ ധരിക്കുന്നുവോ അത്രയും കാലം ഈ അസുരന്മാരുമായിട്ട് അല്ലെങ്കിൽ രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അങ്ങയ്ക്ക് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരാൻ ഞാൻ തന്നെ പുറപ്പെട്ടോളാം. അതിനെന്തിനാണ് ചെറിയ കുട്ടിയായിട്ടുള്ള രാമനെ വിളിക്കുന്നത്, രാമനെ ക്ഷണിക്കുന്നത് എന്തിനാ? ഞാൻ തന്നെ വന്നാൽ പോരെ? എന്റെ കൂടെ ആവുമ്പോൾ ധാരാളം സൈന്യങ്ങളും കാണും. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് യുദ്ധം ചെയ്താൽ വേഗം തന്നെ രാക്ഷസന്മാരെ ഒതുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ദശരഥൻ പറയാണ്, നിശാചരൈഹി അഹം യോത്സ്യേ, നിശാചരന്മാരുമായിട്ട് ഞാൻ തന്നെ യുദ്ധം ചെയ്തോളാം, മകനെ കൊണ്ടുപോകരുത്. 6-ാമത്തെ ശ്ലോകം നോക്കാം. നിർവിഘ്നാവ്രതചര്യാസ ഭവിഷ്യതി സുരക്ഷിത അഹം തത്ര ഗമിഷ്യാമി ന രാമം നേതുമർഹസി. എല്ലാ ശ്ലോകത്തിന്റെ കൂടെയും ഈ ഒരു വാക്യം പരമാവധി കൊണ്ടുവന്നിട്ടുണ്ട് വാൽമീകി മഹർഷി. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ദശരഥന് ഒട്ടും ഇഷ്ടമല്ല ശ്രീരാമനെ പറഞ്ഞയക്കാൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ഓരോ വരിയിലും പറയണത്. ഇവിടെ പറയാണ്, സാ വ്രതചര്യ, അങ്ങ് ആരംഭിച്ചു എന്ന് പറയുന്ന വ്രതചര്യ ഉണ്ടല്ലോ, സാ വ്രതചര്യ നിർവിഘ്ന സുരക്ഷിത ഭവിഷ്യതി, ഒരു വിഘ്നവുമില്ലാതെ സംരക്ഷിക്കപ്പെട്ട് യാഗം നടത്തപ്പെടുക തന്നെ ചെയ്യും. ആ യാഗത്തിന് ഒരു മുടക്കവും ഒരു തടസ്സവും ഉണ്ടാവുകയുമില്ല. എന്തുകൊണ്ട്? അതിന് കാരണം എന്താ? അഹം തത്ര ഗമിഷ്യാമി, ഞാനല്ലേ അങ്ങയുടെ കൂടെ വരണത്, ഞാനിതാ ഉറപ്പു തരണു, രാമനെ കൊണ്ടുപോകണ്ട, ഞാൻ തന്നെ വന്ന് യജ്ഞം സംരക്ഷിച്ചോളാം. രാമം നേതും അർഹസി, രാമനെ കൊണ്ടുപോകണ്ട. 7-ാമത്തെ ശ്ലോകം നോക്കാം. ബാലോഹ്യകൃതവിദ്യശ്ച നച വേത്തി ബലാബലം നച അസ്ത്രബല സംയുക്തോ നച യുദ്ധവിശാരദ. ഇതിന്റെ കൂടെ 8-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി പറയാൻ പറ്റും. അതുകൊണ്ട് ആ ശ്ലോകം കൂടി നോക്കാം. നചാസൗ രക്ഷസാം യോഗ്യ കൂടയുദ്ധാഹി രാക്ഷസാഃ. ഈ ഒരു വരിയാണ് ഇതിന് തൊട്ടു മുമ്പേ ഉള്ള ശ്ലോകത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ പറയാണ്, 7-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ബാലോഹ്യ അകൃതവിദ്യശ്ച ന ചവേത്തി ബലാബലം. ബാലനാണ് ശ്രീരാമൻ, കുട്ടിയാണ്, വളർന്നു വരണല്ലേ ഉള്ളൂ. മാത്രമല്ല അകൃതവിദ്യശ്ച, വിദ്യാഭ്യാസം പരിപൂർണമായിട്ടില്ല, പൂർത്തീകരിച്ചിട്ടുമില്ല. അകൃതവിദ്യ, ഈ അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ച് വേണ്ടതുപോലെ യുദ്ധം ചെയ്യാൻ പഠിച്ചു വരണേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നചവേത്തി ബലാബലം, രാക്ഷസന്മാരുടെ ബലം എന്താണ്, തന്റെ ബലം എന്താണ് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് വേർതിരിച്ച് അറിയാറുമായിട്ടില്ല. അതാണ് നച വേത്തി, അറിയുന്നില്ല. എന്ത്? ബലാബലം, ബലവും അബലവും ഒക്കെ എന്താണ് എന്നോ ആരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യമൊന്നും ആയിട്ടില്ല, ചെറിയ കുട്ടിയല്ലേ. മാത്രല്ല എന്നുവെച്ച അസ്ത്രബല സംയുക്തോ എന്നുവെച്ച യുദ്ധവിശാരദ, അസ്ത്രത്തില് വലിയ ശക്തി ഒന്നും നേടിയെടുത്തിട്ടുമില്ല.
ഓരോന്നായിട്ട് പഠിച്ചു വരണേ ഉള്ളൂ. അതായത് അമ്പും വില്ലും ഉപയോഗിച്ച് മറ്റൊരാളെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളത് പഠിച്ചു വരണേ ഉള്ളൂ. അതിൽ വലിയ പാണ്ഡിത്യമൊന്നും ആയിട്ടില്ല. യുദ്ധം തന്നെ എന്താണെന്ന് പഠിച്ചു വരണേ ഉള്ളൂ. എന്നുവെച്ചാൽ യുദ്ധവിശാരദ. ഏതൊക്കെ തരത്തിൽ യുദ്ധം ചെയ്യാം, ആരൊക്കെ എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യും എന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് രാമനെ കൊണ്ടുപോകണ്ട, ഞാൻ വന്നാൽ പോരെ എന്ന് തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. ഈ ശ്ലോകത്തിലെ രണ്ടാമത്തെ വരി കൂടി ചേർത്ത് അടുത്തത് പറയാം. വിപ്രയുക്തോ ഹി രാമേണ മുഹൂർത്തമഭിനോത്സഹേ ജീവിതും മുനിശാർദൂല നരാമം നേതുമർഹസി. എന്നിട്ട് പറയാണ്, രാമനെ വിട്ടു നിന്നാലുണ്ടല്ലോ, അല്ലയോ മഹാത്മാവേ, മഹാമുനെ, ഞാൻ മരിച്ചു പോകും. അതാണ് വിപ്രയുക്തോ ഹി രാമേണ. രാമന്റെ അടുത്ത് നിന്ന് മാറിയാൽ, രാമനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോവുകയാണ് എങ്കിൽ, മുഹൂർത്തമപി, ഒരു നിമിഷ നേരം പോലും പിന്നെ ഞാൻ ജീവിതം നോത്സഹേ, ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. രാമൻ എൻ്റെ അടുത്തില്ല എങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കണ്ട. അതാണല്ലോ പിന്നീട് വന്ന് ഭവിച്ചത്. രാമൻ കാട്ടിലേക്ക് പോവുകയും തത്സമയം ദശരഥൻ മരിക്കുന്നതായിട്ടും നമ്മൾ രാമായണത്തിൽ കാണാൻ പോകുന്നുണ്ട്. കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാമനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റരുതേ, രാമൻ പോയാൽ ഞാൻ മരിച്ചു പോവും. അതാണ് ദശരഥൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് രാമനെ. അതാണ് ജീവിതം മുനിശാർദൂല നോത്സഹേ ന രാമം നേതുമർഹസി. അതുകൊണ്ട് രാമനെ കൊണ്ടുപോകരുതേ, രാമനെ എൻ്റെ കൂടെ തന്നെ പാർപ്പിക്കൂ, ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടി കൂടിയുണ്ട് എനിക്ക്, ഭയം. അതായത് വേർപാടിനെ ഭയന്നിട്ട് മരിച്ചു പോകുമോ എന്നുള്ള ഭയം കൂടി ദശരഥന് ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് ഈ ഒരു ശ്ലോകത്തിന്റെ ബാക്കി കൂടി പറയാം. യദിവാ രാഘവം ബ്രഹ്മൻ നേതുമിച്ഛസി സുവ്രത ചതുരംഗ സമായുക്തം മയാ സഹചതം നയാ ഷഷ്ടിവർഷസഹസ്രാണി ജാതസ്യ മമ കൗശിക. 10ാമത്തെ ശ്ലോകം കൂടി ചേർത്ത് പറയാണ്. യദിവാ, ഇനി അങ്ങനെയല്ല, രാഘവനെ അതായത് ശ്രീരാമനെ കൊണ്ടുപോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, എനിക്ക് ശ്രീരാമൻ ഇല്ലാതെ പറ്റില്ല എന്നാണ് അങ്ങ് ചിന്തിക്കുന്നതെങ്കിൽ, യദിവാ രാഘവം ബ്രഹ്മൻ നേതുമിച്ഛസി, രാഘവം നേതും ഇച്ഛസി ചേത്, അല്ലയോ സുബ്രത, നല്ല കൃത്യമായിട്ടുള്ള വ്രതനിഷ്ഠയോട് കൂടിയിട്ട് യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിട്ടുള്ള അല്ലയോ മഹാമുനെ വിശ്വാമിത്ര, അങ്ങ് രാഘവനെ തന്നെ, ശ്രീരാമനെ തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ചതുരംഗ സമായുക്തം മയാ സഹചതം നയാ, എന്റെ കൂടെ ശ്രീരാമനെ കൊണ്ടുപോയാൽ പോരെ. അതായത് ശ്രീരാമൻ പോവുകയാണെന്ന് പറയുമ്പോൾ കൂടെ ശ്രീരാമന്റെ കൂടെ ദശരഥനും ദശരഥന്റെ സൈന്യങ്ങളും, അതാണ് ചതുരംഗ സമായുക്തം, ചതുരംഗ സൈന്യവും ഞാനും കൂടിയിട്ട് ശ്രീരാമന്റെ കൂടെ വന്നാൽ പോരെ. അങ്ങനെ പോയിട്ട് യുദ്ധം ചെയ്യല്ലേ നല്ലത്. ഞാനാണെങ്കിലോ ഷഷ്ടിവർഷ സഹസ്രാണി ജാതസ്യ മമ കൗശിക, അല്ലയോ കൗശിക, ഞാനിവിടെ ഭൂമുഖത്ത് ജനിച്ചിട്ട് ഏതാണ്ട് 60,000 വർഷങ്ങൾ കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ചേരുന്നതാണോ എന്നറിയില്ല. എന്നാൽ ഇവിടെ വർണ്ണിച്ചത് പറയണമെന്നേ ഉള്ളൂ. കുറച്ചധികം അതിശയോക്തി ചേർത്ത് പറയലൊക്കെ ഉണ്ടാവും കാവ്യത്തില്. കുറെ കാലമായി 10-60 വയസ്സായി എന്ന് പറയണത് പോലെയാണ് 60,000 വയസ്സായി എന്ന് പറയണത്. എന്റെ ജീവിതമാണെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. ശ്രീരാമനൊക്കെ ജനിച്ചിട്ട് അധികമായിട്ടുമില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നതിന് പകരം എന്നെ കൊണ്ടുപോയാൽ പോരെ. അതല്ല എങ്കിൽ എന്റെയും സൈന്യങ്ങളുടെയും കൂടെ രാമൻ എന്തായാലും വേണമെന്നാണെങ്കിലും പോന്നോട്ടെ. അങ്ങനെ ആയിക്കൂടെ അല്ലയോ സുബ്രത മഹാമുനെ, അങ്ങനെ തീരുമാനിച്ചാൽ പോരെ എന്നാണ് കൗശികനോട് ദശരഥൻ ചോദിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തച്ഛ്രുത്വാ രാജശാർദൂലോ വിശ്വാമിത്രസ്യ ഭാഷിതം മുഹൂർത്തമിവ നിസ്സപ്ന സപ്ഞാവാനിതമബ്രവീത് ഊനഷോഡശ വർഷോ മേ രാമോ രാജീവലോചന ന യുദ്ധയോഗ്യതാമസ്യ പശ്യാമി സഹ രാക്ഷസൈഃ ഇയമക്ഷൗഹിണീ സേനാ യസ്യാഹം പതിരീശ്വര അനയാ സഹിതോ ഗത്വാ യോദ്ധാഹം തൈർനിശാചരൈഃ ഇമേ ശൂരാശ്ച വിക്രാന്താ ഭൃത്യാ മേ അസ്ത്രവിശാരദാഃ യോഗ്യാ രക്ഷോഗണൈർയോദ്ധും ന രാമം നേതുമർഹസി അഹമേവ ധനുഷ്പാണിർഗോപ്താ സമരമൂർധനി യാവത് പ്രാണാൻ ധരിഷ്യാമി താവദ്യോത്സ്യേ നിശാചരൈഃ നിർവിഘ്നാ വ്രതചര്യാ സാ ഭവിഷ്യതി സുരക്ഷിത അഹം തത്ര ഗമിഷ്യാമി ന രാമം നേതുമർഹസി ബാലോ ഹ്യകൃതവിദ്യശ്ച ന ച വേത്തി ബലാബലം
ന ചാസ്ത്രബല സംയുക്തോ ന ച യുദ്ധവിശാരദ ന ചാസൗ രക്ഷസാം യോഗ്യ കൂടയുദ്ധാ ഹി രാക്ഷസാഃ വിപ്രയുക്തോ ഹി രാമേണ മുഹൂർത്തമപി നോത്സഹേ ജീവിതും മുനിശാർദൂല ന രാമം നേതുമർഹസി യദി വാ രാഘവം ബ്രഹ്മൻ നേതുമിച്ഛസി സുവ്രത ചതുരംഗസമായുക്തം മയാ സഹ ച തം നയ ഷഷ്ടിവർഷസഹസ്രാണി ജാതസ്യ മമ കൗശിക. അതുകൊണ്ട് ഞാനിവിടെ കുറെ കാലമായല്ലോ ജീവിക്കണു, അതുകൊണ്ട് എന്നെ കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയിക്കോളൂ. യുദ്ധത്തിൽ ഞാൻ മരിക്കാച്ചായിക്കോട്ടെ, ശ്രീരാമന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് ദശരഥൻ ഓർക്കണത്. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.